മാപ്സിക് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പകിടകളി സിനിമയിലെ രണ്ട് പ്രത്യേക താരങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. പകിടകളിയിലെ വില്ലനാണ് അല്ലെ? അതെ അമൽ പേര്. അതെ എന്താണ് ക്യാരക്ടർ? വില്ലനാണെന്ന് നമുക്ക് പോസ്റ്ററിൽ മനസ്സിലായി. അതെ വില്ലനാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യണത്. ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണത്. അപ്പോ അതിൻ്റെതായ കുറെ പരിമിതികളുണ്ടാവും. ക്യാരക്ടർ തുടക്കമാവട്ടെ, എല്ലാം പഠിക്കണല്ലോ നമ്മള്. എന്റെ ക്യാരക്ടറിന്റെ പേര് മണി എന്നാണ്. പറഞ്ഞാ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത്ര നെഗറ്റീവ് ആണ്. എനിക്ക് തന്നെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിനോടൊരു കൂറ് പുലർത്താൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു, എന്റെ കഴിവ് വെച്ചിട്ട്. അതിപ്പോ ഡയറക്ടറായാലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എല്ലാം തീരുമാനിക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകരാണ്. അവര് കാണണം, അവരുടെ അഭിപ്രായങ്ങള്. പിന്നെ അതിനനുസരിച്ചാണ് എനിക്ക് മാറ്റി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വില്ലനോ അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല. പടത്തിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മലയാള സമൂഹം കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് മേക്കിംഗ് രീതിയാണ് ഈ സിനിമയ്ക്കുള്ളത്. എന്താ വെച്ചാൽ എല്ലാവരും മണ്ട ക്യാമറകളും ബിഗ് ബഡ്ജറ്റിലൊക്കെ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദ് ഹസൻ എന്നാണ് ആളുടെ പേര്. ഞങ്ങള് ചെറുപ്പം തൊട്ട് ഇക്കാന്ന് വിളിച്ചിട്ട് നമുക്ക് അങ്ങനെ വരളോ അതിന്. അപ്പോ ഇക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഞാൻ കാണുമ്പോ തൊട്ട് ആള് സിനിമയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ അന്ന് ക്രിക്കറ്റ് പന്തിന്റെ പിന്നാലെ ഓടണേ. അപ്പോഴും ആള് ഫോൺ പിടിച്ചിട്ട് ഓരോ പിള്ളേരെ കൊണ്ട് ഓടിപ്പിക്കുക. ഏത് നോക്കിയോ X3 അങ്ങനെ എന്തോ ഒരു ഫോണാണ് എന്റെ അന്നത്തെ ഓർമ്മ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ആളെ കണ്ടപ്പോ നമ്മളന്ന് പിള്ളേരെ വൈബിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇയാൾക്ക് പ്രാന്താ, ഇയാൾ ഇതിന് കാണിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആൾക്ക് പ്രാന്ത് ശരിക്കും സിനിമയോടായിരുന്നു മനസ്സിലാക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധി വളരണ്ടാവുന്നു. പിന്നെ എനിക്ക് അതൊരു തിരിച്ചറിവായി, എനിക്ക് ആളോട് ആരാധനയായി, പിന്നെ ആളുടെ ഒപ്പമായി, പിന്നെ ആളുടെ കഴിവുകൾ നമ്മളിലേക്ക് ആളിങ്ങനെ കുറച്ച് പകർന്നു തുടങ്ങി. സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ വരെ കൊടുക്കുന്ന രീതിയിലായി. എന്താ വെച്ചാൽ ആ ക്യാരക്ടറിന്റെ ഒപ്പം നമ്മൾ നടന്നു കഴിഞ്ഞാൽ 24 hours ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിച്ച് ബാക്കി 23 hours ആള് സംസാരിക്കുക സിനിമ നമുക്കത് അങ്ങനെ ചെയ്താ ഇങ്ങനെ ചെയ്താ അങ്ങനെ ഏത് നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഇക്ക. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് എന്തായാലും ആൾക്കാര് ഞാൻ ഇപ്പോ ടെക്നിക്കലായിട്ട് സിനിമ പഠിച്ച ആളാ. അങ്ങനെ ഉള്ളവർക്ക് എന്തായാലും അവർക്ക് ഇത് കാണാതിരിക്കാൻ നിഷാദിന്റെ കൂടെ നിന്ന് പഠിച്ചതാണ് അല്ല. ഞാൻ ആളുടെ ഒപ്പം നിന്ന് പഠിച്ചിട്ട് ഇതിനോട് തോന്നിയപ്പോ ഞാൻ ചേതന കോളേജുണ്ട് നമ്മുടെ, അപ്പൊ അവിടെ ഒരു 3 കൊല്ലം ഡിഗ്രി ചെയ്തു BFT. അപ്പൊ അവിടെ സിനിമേനെ ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ സംഭവം, ഇതിന്റെ ഘട്ടങ്ങള് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. പിന്നെ ഞാൻ ഇതിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിഷാദിക്കാരൊപ്പം മുമ്പത്തെ പടത്തിലും ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ അറിയാൻ വേണ്ടിട്ട് അങ്ങനെ പഠിച്ചു. അപ്പൊ എനിക്ക് ഉറപ്പാണ് നമുക്കൊക്കെ ഇത് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഠിച്ചിട്ടുള്ള സിനിമകളില് വീഡിയോഗ്രാഫി എല്ലാം ക്യാമറയാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുക, വെറുതെ സെൽഫി എടുക്കുക, അങ്ങനത്തെ റോളാണ് എല്ലാവരും. ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഈ സിനിമ ഇറങ്ങി മാറുന്ന എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ് എന്തായാലും. അങ്ങനെ ഈ സാധനം നമ്മുടെ കയ്യിൽ ഇരുന്നിട്ടാണ് അങ്ങനെ എന്തായാലും ആ സിനിമ കൊണ്ടിറങ്ങണ ആൾക്കാർ എന്തായാലും ചിന്തിക്കും. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ വിജയം. പിന്നെയുള്ള വിജയമാണ് ആള്.